സംഗീത അവിടെ നിന്ന് നിന്നേ. എന്ന് തൊട്ടാ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പഠിച്ചത്? ആ കുട്ടി എത്ര വിഷമത്തിലെ പോയിന്ന് നീ കണ്ടതല്ലേ? നീ ഇത്രയ്ക്കും ദുഷ്ടനാണോ? ഏട്ടനെപ്പോഴാ ഇങ്ങോട്ട് വന്നത്? ഏട്ടൻ എല്ലാം കേട്ടിരുന്നോ? കേൾക്കാതിരിക്കാൻ ഞാൻ പൊട്ടനൊന്നും അല്ലല്ലോ. എന്തൊക്കെയായിരുന്നു നീ അവളോട് വിളിച്ചു പറഞ്ഞിരുന്നത്? കല്യാണത്തിന് മുന്നേ നിനക്ക് പിന്മാറാമായിരുന്നില്ലേ? എന്തൊക്കെയാടാ നീ ചോദിച്ചത്? നിനക്ക് വിദ്യാഭ്യാസം ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷെ അതിന്റെ ഒരു വിവരം നിനക്കില്ല. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, വിവാഹത്തിന് മുന്നേ നിന്നോടും എല്ലാവരും ഈ കാര്യം പറഞ്ഞിരുന്നു തന്നെയല്ലേ? നിനക്ക് അപ്പൊ എന്തുകൊണ്ട് ഒഴിഞ്ഞു മാറാമായിരുന്നില്ല? നീ അത് ചെയ്തില്ലല്ലോ. അത് പിന്നെ അന്നത്തെ സിറ്റുവേഷൻ എന്റേത് അങ്ങനെയായിരുന്നല്ലോ. എല്ലാരും കൂടെ എന്നെ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിച്ചതല്ലേ. അതിനിപ്പോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓ, അത് നിന്റെ സിറ്റുവേഷൻ. അപ്പോ അവൾക്കുണ്ടായതോ? അവൾക്കുണ്ടായത് പിന്നെ എന്താടാ? നിന്റെ വായിൽ നിന്നാ നോക്കിറങ്ങിപ്പോയോ? അത് പിന്നെ അച്ചു നിന്റെ സങ്കല്പത്തിലെ ഒരു പെണ്ണല്ല. അതുകൊണ്ടല്ലേ നീ അവളോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? നിനക്കങ്ങ് യുഎസിലെ സുന്ദരിമാരെ പിടിക്കുള്ളൂ അല്ലേ? കഷ്ടമുണ്ട് സംഗീത, നിന്റെ അടുത്ത് നിന്ന് ഇതൊന്നും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. നീ എന്തൊക്കെയാ അവളോട് പറഞ്ഞത്? വിവാഹം കഴിഞ്ഞിട്ട് എത്ര നാളായി? ശരിയാ, അവൾക്കും ഈ വിവാഹത്തിന് താല്പര്യമില്ലാതെ നടന്നത്. പക്ഷേ അവളുടെ ലൈഫാണ് എന്ന് മനസ്സിലാക്കി അവൾ നിന്നെ സ്നേഹിക്കാൻ തുടങ്ങിയതല്ലേ? എന്നിട്ട് നീ അവളുടെ മനസ്സിനെ വേദനിപ്പിച്ചല്ലേ വിട്ടത്? ഏട്ടാ, അതിന് ഞാൻ മനഃപൂർവ്വം പറഞ്ഞതല്ല. അത് അങ്ങനെ പറ്റിപ്പോയതാ. എന്ത് മനഃപൂർവ്വം അല്ലെന്ന് നീ എന്തൊക്കെ കാരണങ്ങൾ നിരത്തിയാലും അതൊന്നും ശരിയല്ല. അവൾ ഇവിടുന്ന് ചങ്ക് പൊട്ടിയ ഇറങ്ങിപ്പോയത്. ആ കണ്ണീരിന്റെ വില ഡെഫിനറ്റ്ലി ഗോഡ് കാണും. നീ ഒരു ദിവസം ഇതിനൊക്കെ റിഗ്രറ്റ് ചെയ്യും. നീ ഓർത്തു വെച്ചോ. ഏട്ടാ, ഏട്ടൻ ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടിട്ട് ഞാൻ അതിന് മാത്രം എന്ത് ചെയ്തു ഈ പറയുന്നത്? ഒരു ദിവസം നീ മനസ്സിലാക്കുകയില്ല. അന്ന് അവൾ ഇപ്പൊ നിന്റെ അടുത്തുനിന്ന് ചങ്ക പൊട്ടി പോയില്ലേ? ഇതേ അവസ്ഥ നിനക്കും ഉണ്ടാകും. അപ്പോഴേ നിനക്ക് മനസ്സിലാവും ആ വേദന എത്രമാത്രം ഉണ്ടാവുമെന്ന്. അന്ന് നീ അവളുടെ പിന്നാലെ പോയാലും കിട്ടാത്ത വിധം അവളെ നിനക്ക് നഷ്ടമാകും. അപ്പോഴേ ചങ്ക് പറയുന്ന വേദന നീ മനസ്സിലാക്കൂ. ഏട്ടാ, ഞാൻ അവളെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഇതൊന്നും. ഞാൻ പറയുന്നത് ഏട്ടനൊന്ന് മനസ്സിലാക്കൂ പ്ലീസ്. നിർത്ത് നീ നിന്റെ എക്സ്പ്ലനേഷൻസ്. എനിക്ക് കേക്കണ്ട. അച്ഛനെ ഉപേക്ഷിക്കാനാണ് നിന്റെ തീരുമാനമെങ്കിൽ എനിക്കിങ്ങനൊരു അനിയനില്ലെന്ന് ഞാൻ ചിന്തിക്കും. മനസ്സിലായോ? ഏട്ടാ, ഏട്ടൻ എന്തൊക്കെയാ പറയുന്നത്? അവൾക്ക് വേണ്ടി ഏട്ടൻ എന്നെ വേണ്ടെന്ന് വെക്കുവാണോ? അവൾ ആഗ്രഹിക്കാത്ത ജീവിതമാണ് അവൾക്ക് കിട്ടിയതെങ്കിലും നിന്റെ താലി അവളുടെ കഴുത്തി വീണപ്പോൾ അവൾ ചിന്തിച്ചത് എന്തായിരിക്കുമെന്ന് നിനക്ക് വല്ല ബോധ്യമുണ്ടോ? സ്വന്തം ഭർത്താവിന് ആരോഗ്യ സൗഖ്യം കൊടുക്കണമെന്നേ ഏതൊരു ഭാര്യയും ചിന്തിക്കൂ. അല്ലാതെ അയാൾ നശിച്ചു പോകണമെന്ന് ആരും ചിന്തിക്കില്ല. പിന്നെ നീ പറഞ്ഞല്ലോ, നീ അവൾക്ക് പ്രൊഫസർ, അവൾ നിനക്ക് സ്റ്റുഡന്റ്. എപ്പോഴാണ് ഇതൊക്കെ? അങ്ങ് കോളേജില്. പക്ഷെ ഇവിടെ ഈ വീട്ടില് അവൾ നിനക്കാരാ? അവള് നീ താലി കെട്ടിയ നിന്റെ ഭാര്യ. അത് നിനക്ക് മനസ്സിലാവാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയില്ല സംഗീതേ. പക്ഷെ ഒന്നറിയാം, ഒരേ ഒരു കാര്യം, നിന്റെ താലി കഴുത്തി വീണ സമയം മുതല് അവള് നിന്നെ ഭർത്താവായിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാ അവളുടെ ചങ്ക് പെടഞ്ഞ് ഈ മുറിയുടെ പുറത്തേക്ക് അവള് പോയത്. ഈ പാപമൊക്കെ നീ എവിടെ കൊണ്ടുപോയി വയ്ക്കും സംഗീത? ഏട്ടാ, പ്ലീസ് പ്ലീസ് എന്നൊന്നും മനസ്സിലാക്ക്. വേണോന്ന് വെച്ച് പറഞ്ഞതൊന്നും അല്ല ഇതൊന്നും. ഫ്യൂച്ചറിൽ അവളും കിടന്ന് വിഷമിക്കാതിരിക്കാൻ വേണ്ടിട്ടാ ഞാൻ അവളോട് ഇങ്ങനെയൊക്കെ ഹാർഷായിട്ട് പെരുമാറിയത്. ഇപ്പൊ ഞാനത് അവളോട് പറഞ്ഞില്ലെങ്കിൽ ഫ്യൂച്ചറിൽ അവൾ ഇതിനെക്കാട്ടിലും വിഷമിക്കേണ്ടി വരും. ഒരിക്കലും അവളുടെ മനസ്സിനിണങ്ങിയ ഒരാളല്ല ഞാൻ. മാത്രല്ല, എനിക്കും അവളെ ആ ഒരു രീതിയിൽ കാണാൻ പറ്റില്ല. രണ്ടുപേരും രണ്ട് ദിശയിലാണ് നിൽക്കുന്നത്. അങ്ങനെയുള്ള രണ്ടുപേരും എങ്ങനെ ഒരുമിച്ച് ജീവിക്കാനാ? ഒരിക്കലും ഹാപ്പി ആയിരിക്കില്ല ലൈഫില്. അവസാനം വഴക്കിട്ട് പിരിയുള്ളൂ. അത് വരാതിരിക്കാൻ വേണ്ടിട്ടാ ഞാൻ അവളോട് ഇപ്പോഴേ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. Will you stop it please?
എനിക്കിനി നിന്റെ ന്യായം ഒന്നും കേൾക്കണ്ട. പിന്നെ ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ, ഈ ലോകത്ത് ഒരാൾക്കും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പാർട്ട്ണറിനെ കിട്ടില്ല. ഓരോരുത്തർക്കും അവരുടേതായ കുറവുകളുണ്ട്. നീ നിന്നിലേക്ക് തന്നെ നോക്ക്. നിനക്കുമുണ്ട് ഒരുപാട് കുറവുകൾ. അതാദ്യം നീ മനസ്സിലാക്ക്. ഒരു സ്ത്രീയെ ബഹുമാനിക്കാൻ പഠിക്ക്. അപ്പം നിനക്ക് മനസ്സിലാകും ഓരോ കാര്യങ്ങളും. ഇനി ഇത്തരം മുടന്ത ന്യായങ്ങൾ പറഞ്ഞ് നീ എൻ്റെ അടുത്ത് വിശദീകരിച്ച് ബുദ്ധിമുട്ടണമെന്നില്ല. പിന്നൊരു കാര്യം, എല്ലാം വച്ച് അവസാനിപ്പിക്കാൻ നീ തീരുമാനിച്ച സ്ഥിതിക്ക് വീട്ടുകാരോട് അധികം താമസിക്കാതെ പറയുന്നതാ നല്ലത്. വെറുതെ അവരെ മണ്ടന്മാരാക്കണ്ടല്ലോ. ഏട്ടാ, ഞാൻ വേണമെന്ന് വെച്ചിട്ടല്ല. മതി. നിന്റെ നാവിൽ നിന്ന് ഏട്ടാന്നുള്ള വിളി പോലും എനിക്ക് അരോചകമായിട്ടാ തോന്നുന്നത്. സംഗീതേ, ഇനി നീ എൻ്റെ പിന്നാലെ വന്ന് ബുദ്ധിമുട്ടിക്കരുത്. ഞാനും നീ തമ്മിലുള്ള സഹോദര ബന്ധം ഈ രാത്രി, ഈ നിമിഷം ഇവിടെ വച്ച് അവസാനിക്കുന്നു. നിനക്ക് നല്ല ബുദ്ധി തോന്നുന്ന അന്ന് നീ എൻ്റെ അടുത്ത് വാ. അപ്പം ആലോചിക്കാം ബാക്കിയൊക്കെ. ഏട്ടൻ പോയല്ലോ. ഏട്ടൻ ഇത് ആദ്യോട്ടാ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ഈശ്വര, ഞാൻ അത്രയ്ക്കും വലിയ തെറ്റാണ് ചെയ്തത്. ഇനിയില്ല. ഇത്രയും ദിവസം ഞാൻ പ്രൊഫസറിന്റെ പിന്നാലെ നടന്നു. ഇനി എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ ആവും വണ്ണം ആ മനുഷ്യനോട് പറഞ്ഞതല്ലേ. അപ്പോൾ അയാൾക്കെന്നെ വേണ്ട, ഉപേക്ഷിക്കണം. ഡിവോഴ്സ് പോലും. സ്റ്റുഡൻറ്റ്, പ്രൊഫസർ, ഓക്കെ ഫൈൻ. ഇനി അങ്ങനെ ഇരുന്നാൽ മതി. മതി, കരഞ്ഞതും പരിഭവം പറഞ്ഞതും ഒക്കെ മതി. ഇനി എന്നെ കൊണ്ട് വയ്യ. മറ്റുള്ള സ്ത്രീകളെ കരയുന്നത് പോലെ കരഞ്ഞു തീർക്കാനുള്ളതല്ല എൻ്റെ ലൈഫ്. സോ എല്ലാം ഇവിടെ അവസാനിക്കുന്നു. പ്രൊഫസർ എന്ന എൻ്റെ ലൈഫിലെ വേസ്റ്റ് ചാപ്റ്റേഴ്സ് ഇവിടെ തീർന്നു. ഇനി ഞാൻ ആ അധ്യായം മറിച്ച് പോലും നോക്കില്ല. സരി ഗരി ഗ പ ഗ പ ദ പ ദ സരി ഗരി സ ദ സ ദ പ ഗരി ഗരി സ ദ സ സദാ പാലയ സാര സാക്ഷി സദാ പാലയ സാര സാ. അച്ഛമോളെ, മോള് കോളേജിലേക്ക് പോകാൻ ഇറങ്ങിയോ? അല്ല, സമയമായിട്ടില്ലല്ലോ. എന്താ ഇത്ര നേരത്തെ? അതമ്മേ, ഞാനിപ്പോൾ ഫൈനൽ ഇയർ അല്ലേ. സോ ചെയ്തു തീർക്കാൻ കുറച്ചധികം പ്രോജക്റ്റുകൾ ബാക്കിയുണ്ട്. സോ അതൊക്കെ കംപ്ലീറ്റ് ചെയ്യണം. അതാ നേരത്തെ പോകുന്നത്. ആണോ? എന്നാ ഒരു മിനിറ്റ് മോള് നിൽക്ക്. അമ്മ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തിട്ട് വരാം. അമ്മേ, എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് എടുക്കണ്ട. എനിക്ക് സമയമില്ല. അന്ന ഇപ്പോൾ വരും എന്നെ പിക്ക് ചെയ്യാൻ. ഞാൻ ക്യാൻറ്റീനിൽ നിന്ന് കഴിച്ചോളാം. ശരി അമ്മേ, ഞാൻ ഇറങ്ങുവാ. അല്ല മോളെ, അതന്നെ പോയോ? ആര് പോയ കാര്യോ താൻ ഈ ഒറ്റയ്ക്ക് നിന്ന് പറയുന്നത്? അത് പിന്നെ അച്ഛമോളോടായിരുന്നു. അവിടെ ഇപ്പൊ ഇറങ്ങിയതേ ഉള്ളൂ. കുട്ടിയാണെ ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാതെയാ പോയത്. അതിന് അവർക്ക് ക്ലാസ്സിൽ പോകാനുള്ള സമയമായിട്ടില്ലല്ലോ. സമയമായി വരുന്നതല്ലേ ഉള്ളൂ. മോളെന്താ ഇന്ന് നേരത്തെ പോയത്? അത് പിന്നെ ഫൈനൽ ഇയർ ഒക്കെ അല്ലേ ഇപ്പൊ പഠിക്കുന്നത്. അപ്പോൾ കുറേയധികം പെൻഡിങ് പ്രോജക്റ്റ് ഒക്കെ ചെയ്യാനുണ്ടെന്നാ മോൾ എന്നോട് പറഞ്ഞത്. എന്നാലും കുട്ടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ പോയപ്പോൾ ഒരു വിഷമം. ഓ, ഫൈനൽ ഇയർ ഒക്കെ അല്ലേ, അപ്പോൾ ഒത്തിരി പഠിക്കാനൊക്കെ ഉണ്ടാവും. എന്തായാലും മോള് ക്യാൻറ്റീന്നും മറ്റോ കഴിക്കുമായിരിക്കും. അവളെന്നോട് പറഞ്ഞിരുന്നു ക്യാൻറ്റീനിൽ നിന്ന് കഴിച്ചോളാന്ന്. എന്നാലും അവളുടെ മുഖത്തിന് എന്തോ ഒരു വാട്ടം പോലെ തോന്നി. അതൊക്കെ തൻ്റെ തോന്നല. ഉറക്കമുളച്ചൊക്കെ ഇരുന്ന് പഠിക്കുന്നതല്ലേ, അപ്പോൾ മുഖത്തിന് വാട്ടവും ക്ഷീണവും ഒക്കെ ഉണ്ടാവും. താനതൊന്നും കാര്യമാക്കണ്ട. അമ്മേ, ഞങ്ങൾ ഇറങ്ങുക. ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട, ക്യാൻറ്റീനിൽ കഴിച്ചോളാം. ഇന്ന് നേരത്തെ ഹോസ്പിറ്റലിൽ എത്തണം. ഓഹോ, അപ്പോൾ നിങ്ങൾക്കും ഭക്ഷണം വേണ്ടെന്നാണോ? ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഭക്ഷണമൊക്കെ ഞാൻ എന്ത് ചെയ്യാനാ? ഇത് വേസ്റ്റ് ആവാൻ ഞാൻ സമ്മതിക്കില്ല. മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി. ഓ, രാവിലെ തന്നെ വഴക്കുണ്ടാക്കാൻ നിൽക്കുന്നില്ല. ഭക്ഷണം കഴിച്ചിട്ട് പോകാം, പോരെ? അല്ല, ഇനി ഒരുത്തനും കൂടെ ഉണ്ടല്ലോ. അവനെവിടെ? അവനെ ഇനി വിളിക്കാൻ താലപ്പൊലിയും കൊണ്ട് ഞാൻ അങ്ങോട്ട് ചെല്ലണോ?
അവൻ എവിടാന്ന് അറിയണമെങ്കിൽ അമ്മ അവന്റെ ഭാര്യയോട് ചോദിക്കണം, അല്ലാതെ എന്നോടല്ല ചോദിക്കേണ്ടത്. ആ ബെസ്റ്റ്. അവന്റെ ഭാര്യയോട് ചോദിക്കാൻ അവന്റെ ഭാര്യ ഇവിടെ വേണ്ടേ? അവള് നേരത്തെ കോളേജിൽ പോയില്ലേ? എന്ത് അച്ചു കോളേജിൽ നേരത്തെ പോയെന്നോ? അത് ശരി, നിന്റെ ഭാര്യ നിന്നോട് പറയതാണോ കോളേജിലേക്ക് പോയത്? എന്തായാലും നിന്നോട് പറഞ്ഞില്ലെങ്കിലും എന്നോട് അവള് പറഞ്ഞു. രാവിലെ കുട്ടി ഭക്ഷണം ഒന്നും കഴിക്കാതെയാ പോയത്. എങ്ങനെ ഭക്ഷണം കഴിക്കാനാ? അതിന് മനസമാധാനം കിട്ടണ്ടേ, എന്നാലല്ലേ ഭക്ഷണം സമാധാനത്തോടെ കഴിക്കാൻ പറ്റൂ. സാറിന്റെ എന്താ അങ്ങനെ പറഞ്ഞേ? അവൾക്ക് ഇവിടെ എന്ത് മനസമാധാനക്കുറവാ ഉള്ളത്? ഞാൻ വേറൊന്നും കൊണ്ട് പറഞ്ഞതല്ല. ഇപ്പോൾ ഫൈനൽ ഇയർ ഒക്കെ അല്ലേ, അപ്പോൾ എക്സാം തിരക്ക് അങ്ങനെ ആകെ കൂടെ ടെൻഷനായിട്ട് നടക്കുന്നുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഫുഡൊക്കെ സ്കിപ്പ് ചെയ്യും. നമ്മളും പഠിക്കുമ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നല്ലോ. ആ സാരംഗ് ആ പറഞ്ഞത് ശരി തന്നെയാ. മോള് ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് എന്തൊക്കെയോ പ്രോജക്റ്റുകളൊക്കെ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞാ പോയത്. ആ എന്തായാലും മോള് ക്യാൻറ്റീന്ന് കഴിച്ചോളും. നിങ്ങളൊക്കെ വന്നിരിക്കെ ഭക്ഷണം കഴിക്കാം. പ്രോജക്റ്റോ? എന്ത് പ്രോജക്റ്റ്? ഞാൻ അറിയാതെ അവന് പ്രോജക്റ്റും കൊടുത്തിട്ടില്ലല്ലോ. ഇത് മനഃപൂർവ്വം പോയതായിരിക്കും. ഞാൻ ഇന്നലെ അവനൊക്കെ പറഞ്ഞതുകൊണ്ട് എന്നെ ഫേസ് ചെയ്യാൻ പറ്റാതെ പോയതാകാം. എന്തായാലും കോളേജിൽ എത്തട്ടെ. അമ്മ, എനിക്കും ഫുഡ് വേണ്ട. കോളേജിൽ അത്യാവശ്യമായിട്ട് പോണം. എന്ത് പറഞ്ഞാലും നിനക്കൊക്കെ ഫുഡ് വേണ്ട വേണ്ടെന്നേ പറയാനുള്ളൂ. മര്യാദയ്ക്കിരുന്ന് ഭക്ഷണം കഴിച്ചോ, ഇല്ലെങ്കിൽ നാളെ മുതൽ നിങ്ങൾക്ക് ആർക്കും ഇവിടെ ഭക്ഷണം ഇല്ല. ആ ശരി ശരി, ഞാൻ ഫുഡ് കഴിച്ചിട്ട് പോകാം, പോരെ? എക്സ്ക്യൂസ് മീ മിസ്റ്റർ സാങ്കേത് മഹേശ്വർ, ഒന്നവിടെ നിന്നേ. എന്ത് പറ്റി മുഖത്തൊരു മ്ലാനത? ഓ, പ്രിയ ധർമ്മപത്നി പറയാതെയാണല്ലോ കോളേജിലേക്ക് പോയത് അല്ലേ? അതുകൊണ്ടായിരിക്കും പ്രൊഫസർ ഇവിടെ തിടുക്കത്തി കോളേജിൽ പോകാൻ വേണ്ടി ഫുഡൊക്കെ പെട്ടെന്ന് കഴിച്ചു തീർത്തത്. ഓടിപ്പോക്കോ. നിന്നോട് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നതല്ലേ നീ ഇതിന് റിഗ്രറ്റ് ചെയ്യേണ്ടി വരുമെന്ന്. ഞാൻ പറഞ്ഞത് നീ ഓർത്തു വെച്ചോ. റിഗ്രറ്റിന്റെ സ്റ്റാർട്ടിങ് ആയതേ ഉള്ളൂ. കുറച്ചെങ്കിലും ബുദ്ധി ഉണ്ടെങ്കിൽ ചിന്തിക്ക്. അവള് നിന്നെ അവോയ്ഡ് ചെയ്തു തുടങ്ങി. അത് നീ ഒന്ന് മനസ്സിലാക്കിയാ കൊള്ളാം. ഏട്ടാ, എനിക്ക് കോളേജിലേക്ക് പോകാൻ സമയമായി. ഞാൻ പോവാ. അയ്യോ, ഞാനായിട്ട് ഇവിടെ ആരെയും പിടിച്ചു നിർത്തുന്നില്ല. പ്രൊഫസറിന്റെ കോളേജിലേക്ക് പോകാം. നീ ഇതിന് രാവിലെ പെട്ടെന്ന് ഫോൺ വിളിച്ചിട്ട് നിന്നെ പിക്ക് ചെയ്യാൻ പെട്ടെന്ന് വരണമെന്നൊക്കെ എന്നോട് പറഞ്ഞത്? നമ്മൾ പോകുന്ന സമയം പോലും ആയിട്ടില്ല. ഇന്നെന്താ നീ ഇത്ര നേരത്തെ? അല്ല, നീ എന്തിനാ ആന്റിയോട് കള്ളം പറഞ്ഞേ നമുക്ക് പ്രോജക്റ്റ് വർക്കൊക്കെ പെൻഡിങ് ഉണ്ടെന്ന്? പിന്നെ നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തെ എന്താടാ? എന്ത് പറ്റി? ഒന്നുമില്ല. കാര്യം എന്താണെന്ന് നിനക്ക് അറിഞ്ഞേ പറ്റൂ എന്ന് നിർബന്ധമുണ്ടോ? നീ എന്തിനാ നേരത്തെ കോളേജിലേക്ക് വരണമെന്ന് പറഞ്ഞത്? നമ്മൾ ഇന്ന് എത്തുന്ന സമയം പോലും ആയിട്ടില്ല. നിനക്ക് എന്താടി? ആദ്യം നീ ഇവളോട് ചോദിക്കേ എന്താ പറ്റിയെന്ന്. രാവിലെ പെട്ടെന്ന് എന്നെ ഫോൺ വിളിച്ചിട്ട് പറയുക പെട്ടെന്ന് കോളേജിൽ പോണം, ലേറ്റ് ആവാൻ പാടില്ല, എന്നെ പിക്ക് ചെയ്യാൻ നീ തന്നെ വരണം എന്നൊക്കെ. തിരിച്ചെന്തെങ്കിലും പറയാനുള്ള ഒരു ഗ്യാപ്പ് തരണ്ടേ? അതില്ല. അതിനു മുമ്പ് ഫോൺ കട്ട് ചെയ്തു. ഇവളുടെ വീട്ടിൽ പോയപ്പോഴാണെങ്കിലോ ഇവള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ ഇറങ്ങിയത്. ആ ആന്റി ചോദിച്ചപ്പോ ഇവള് പറഞ്ഞത് എന്തൊക്കെ പ്രോജക്റ്റ് വർക്ക് പെൻഡിങ് ഉണ്ട്, സോ ചെയ്ത് തീർത്തേ പറ്റൂ, ക്യാൻറ്റീന്ന് ഫുഡ് കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞ. പിന്നെ ഒരു നിമിഷം പോലും അവിടെ തിരിഞ്ഞു നിൽക്കാനായിട്ട് ഇവള് നിന്നില്ല. എന്നെ വിളിച്ചുകൊണ്ട് നേരെ ഇങ്ങോട്ട് പോരുമായിരുന്നു. നിനക്ക് എന്താടി അച്ചു പറ്റിയേ? അല്ല, നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ വന്നേ? പിന്നെന്തായിരുന്നു? നമുക്ക് ഏത് പ്രോജക്റ്റാ പെൻഡിങ് ഉള്ളത്? നമ്മളെല്ലാം കംപ്ലീറ്റ് ആക്കിയതാണല്ലോ. എന്താ മോളെ, നിന്റെ ഉള്ള കിളിയും പറന്നു പോയോ? പ്രൊഫസർ നല്ല പണിയും തന്നു കാണും അല്ലേ? ആ ഓർമ്മയില് മോൾ ഇങ്ങോട്ട് പോന്നെന്ന് തോന്നുവന്നേ. നിങ്ങൾക്കൊക്കെ എന്താ ശരിക്കും പ്രശ്നം? 24 മണിക്കൂറും പ്രൊഫസർ എന്ന് എൻ്റെ പിന്നാലെ നടന്ന് എന്തിനാ നിങ്ങളൊക്കെ പറയുന്നത്? അല്ലെങ്കിൽ തന്നെ മനുഷ്യൻ ഭ്രാന്ത് പിടിച്ചിരിക്കുക. അതിൻ്റെ ഇടയിലാ കുറച്ച് മുന്നേ കോളേജിൽ നേരത്തെ വന്നു എന്ന് കരുതി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലല്ലോ. അച്ഛൻ, നീ ദേഷ്യപ്പെടാൻ വേണ്ടി ഞങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. നീ എന്താ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തത്? എന്തുകൊണ്ടാണ് നീ നേരത്തെ പോകുന്നത് എന്നൊക്കെയല്ലേ ഞങ്ങൾ ചോദിച്ചുള്ളൂ. പിന്നെ നിന്റെ പിന്നാലെ നടന്ന് ഞങ്ങളാരും എപ്പോഴും പ്രൊഫസറിന്റെ കാര്യം പറയാറില്ല. നീ തന്നെയല്ലേ അയാൾ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തു, അങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തു എന്നൊക്കെ പറയാറുള്ളത്. അല്ല, ശരിക്കും നിനക്ക് എന്താ പറ്റിയേ? നീ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? അമ്മ ചോദിച്ച അതേ ചോദ്യം തന്നെ എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളത്.
എന്തിനാ നീ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? എന്താ കാരണം? ചുമ്മാ ഒരു കാര്യമില്ലാതെ നീ ദേഷ്യപ്പെടില്ല എന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് കള്ളം പറയാൻ ശ്രമിക്കണ്ട. എന്താന്നുള്ള സത്യം മര്യാദയ്ക്ക് വെളി തുറന്ന് പറയുന്നതാ നിനക്ക് നല്ലത്. നിങ്ങൾക്കിപ്പോൾ എന്താ അറിയേണ്ടത്? എന്താ എനിക്ക് സംഭവിച്ചത് എന്ന് ഞാൻ പറയണം, അത്രയല്ലേ ഉള്ളൂ. ശരി, എന്ത് പറ്റിയെന്നുള്ള കാര്യം ഞാൻ പറയാം. വാട്ട്? ഡിവോഴ്സോ? നിങ്ങൾ തമ്മിലിപ്പോ അഡ്ജസ്റ്റ്മെന്റ് മാരേജ് ആണോ നടന്നത്? പ്രൊഫസർ സ്റ്റുഡന്റ് അങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ നിങ്ങളെ കണ്ടാലും അങ്ങോട്ട് തോന്നില്ലല്ലോ. ഇപ്പൊ എന്താ ഇങ്ങനെയൊക്കെ? കാറ്റ്, നീ എന്നോട് ഇതൊക്കെ ചോദിച്ചാൽ ഞാൻ എന്തു പറയാനാ? സി, നീ എൻ്റെ മാനസികാവസ്ഥ കൂടെ ഒന്ന് ആലോചിച്ച് നോക്ക്. എനിക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. എല്ലാവരും കൂടെ പറഞ്ഞ് എൻ്റെ മനസ്സിനെ മാറ്റി ഞാൻ അയാളെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയതായിരുന്നു. ഇനിയും എനിക്ക് വയ്യ. അച്ചു, നീ ഓക്കെ ആയിട്ടിരിക്കെ, വിഷമിക്കേണ്ട, എല്ലാം ശരിയാകും. എനിക്ക് തോന്നുന്നു ഒരു പക്ഷെ പ്രൊഫസർ നിന്നെ പരീക്ഷിക്കാൻ വേണ്ടി പറയുന്നതാണെങ്കിലോ, വെറുതെ ദേഷ്യം പിടിപ്പിക്കാനോ വിഷമിപ്പിക്കാനോ ഒക്കെ ആയിട്ട് അങ്ങനെ ചെയ്യുന്നതാകും. മനഃപൂർവ്വം ആയിരിക്കില്ലായിരിക്കും. നിനക്കെന്താ ഞാൻ പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ലേ? ഞാൻ അത്രത്തോളം സങ്കടപ്പെട്ട് കരഞ്ഞു പറഞ്ഞിട്ടും അങ്ങേർക്ക് എന്നോടൊരു ദയ വേണ്ട, അനുകമ്പയോ ദയ ഒന്നും വേണ്ട. എന്നെ ഒന്ന് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ഒന്ന് കേൾക്കാനോ ശ്രമിച്ചില്ല. അങ്ങനെ ഒരാൾ എന്നെ പറ്റിക്കാൻ വേണ്ടി വെറുതെ തമാശയ്ക്ക് കാണിക്കുകയാണെന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ മനസ്സിലാക്കണം? അയാൾ ഇത്രയ്ക്ക് ദുഷ്ടനായിരുന്നോ? ഇത്രയൊക്കെ അവൾ കരഞ്ഞു പറഞ്ഞിട്ടും അവളൊന്ന് മനസ്സിലാക്കാനോ കേൾക്കാനോ പോലും തയ്യാറായില്ലെന്ന് പറഞ്ഞ എന്തൊരു ദുഷ്ടത്തരമായി കാണിക്കുന്നത്. എന്തായാലും പ്രൊഫസറിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാവുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എന്തായാലും പോട്ടേടാ, ഞങ്ങൾക്ക് അതല്ലേ പറയാൻ പറ്റുള്ളൂ. ഇതിലിപ്പോ ഞങ്ങളും നിന്നെ ഫോഴ്സ് ചെയ്തിട്ടാ ഇങ്ങനെയൊക്കെ നിന്നെ കൊണ്ട് ഇഷ്ടം തോന്നിപ്പിച്ചത്. ഇപ്പൊ അതൊന്നും വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുക. കാറ്റ് പറഞ്ഞതുപോലെ അയാളിൽ നിന്ന് ഇതൊന്നും ഒട്ടും പ്രതീക്ഷിച്ചതല്ല. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? അയാളെ ഇഷ്ടപ്പെടാൻ ഞങ്ങളും നിന്നോട് ആവശ്യപ്പെട്ടു. എല്ലാവരും കൂടെ ചേർന്ന് നിന്റെ മനസ്സ് മാറ്റി അയാളോട് ഒരു ഇഷ്ടം തോന്നിപ്പിച്ച് നിങ്ങളുടെ ലൈഫ് സെറ്റ് ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടാ ഞങ്ങൾ നിന്നെ സപ്പോർട്ട് ചെയ്തത്. പക്ഷെ അത് ഇങ്ങനെയൊക്കെ ആയിത്തീരുന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നല്ലോടാ. നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ലൈഫ് നന്നായിരിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചു, അത്രയേ ഉള്ളൂ. തെറ്റ് ചെയ്തത് ഞാനാ. അർഹിക്കാനാകാത്തത് ആഗ്രഹിക്കാൻ പോയതാ എൻ്റെ തെറ്റ്. എവിടെയോ തോന്നിപ്പോയൊരിഷ്ടം, അത് മുളയിലെ നുള്ളി, അത്രയേ ഉള്ളൂ. അച്ചു, ചിലപ്പോ നീ ഇതൊക്കെ പെട്ടെന്ന് പറഞ്ഞതിന്റെ ദേഷ്യത്തെ പറഞ്ഞതാകാം. കുറച്ച് ദിവസം കഴിയുമ്പോ ഇതൊക്കെ ചിലപ്പോ ശരിയായേക്കാം. കാറ്റ്, മതി. ആ ചാപ്റ്റർ ഞാൻ അവിടെ ക്ലോസ് ചെയ്തു. ഇനി എനിക്കത് റീഓപ്പൺ ചെയ്യാൻ തീരെ താല്പര്യമില്ല. ഇനി എനിക്ക് എൻ്റെ വഴി, എൻ്റെ കാര്യങ്ങൾ, എനിക്കത് മാത്രമേ ഉള്ളൂ ഇമ്പോർട്ടൻസ് ആയിട്ട്. ഇനി ഇതിനെക്കുറിച്ച് എന്നോട് ആരും സംസാരിക്കരുത്, പ്ലീസ്. ഓക്കെ, നിന്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ ഞങ്ങളായിട്ടൊന്നും പറയാൻ നിൽക്കുന്നില്ല. ഇവളിത് എവിടെ പോയി? ഇവളെ കാണുന്നില്ലല്ലോ. ആ, ദേ നിൽക്കുന്നുണ്ട്. അച്ചു, അച്ചു എവിടെ? എന്താ സാർ? പിന്നെ അച്ചു അല്ല, അർച്ചന, അങ്ങനെ വിളിച്ചാൽ മതി. ഓക്കെ അർച്ചന, എനിക്ക് തന്നോടൊന്ന് സംസാരിക്കണം. പ്രൊഫസറെ, ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ ഇനി ഞാൻ ഒരിക്കലും ഡിസ്റ്റർബ് ചെയ്യാൻ വരില്ല എന്നുള്ളത്. അതുപോലെ ഇനി എന്നെ കാണാനോ സംസാരിക്കാനോ ശ്രമിക്കരുത്. എടോ, ഞാൻ നേരത്തെ ദേഷ്യത്തിന് അങ്ങനെയൊക്കെ പറഞ്ഞു പോയതാ. സോറി. ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. പ്രൊഫസർ എന്നോട് സോറി പറയാൻ വന്നതാണോ? എങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. എനിക്ക് പോയിട്ട് കുറച്ച് തിരക്കുണ്ടായിരുന്നു. അർച്ചന, ഞാൻ സർ പ്ലീസ്, കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഇനി എനിക്ക് റീഓപ്പൺ ചെയ്യാൻ തീരെ താല്പര്യമില്ല. സോ സാറിന് മറ്റൊന്നും പറയാൻ ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് ക്ലാസ്സിലേക്ക് പോകണം. ഓക്കെ.
അതെ, എല്ലാരും ഭക്ഷണം കഴിക്കാൻ വാ. സമയം ഇപ്പൊ തന്നെ ഒരുപാടായി. രാധമ്മേ, ഞങ്ങൾ ഇതാ എത്തി. എനിക്കാണെങ്കിൽ നല്ല വിശപ്പുണ്ട്. പെട്ടെന്ന് ഭക്ഷണം എടുത്തോ. ആ മോനെ, മോനിരിക്കേ. അമ്മേ, എനിക്ക് ഫുഡ് എടുക്കണ്ട. എനിക്ക് വിശക്കുന്നില്ല. നിനക്ക് എന്താ ഫുഡ് വേണ്ട തേച്ചു? രാവിലെ നീ ഭക്ഷണം കഴിക്കാതെയാണ് ഇവിടുന്ന് പോയതെന്ന് സംഗീത ചേച്ചി പറഞ്ഞിരുന്നല്ലോ. മര്യാദയ്ക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ നോക്ക്. എടോ, കുറച്ചെങ്കിലും ഭക്ഷണം കഴിക്കേ. മോനും പറയുന്ന നീ കേട്ടില്ലേ? കുറച്ചെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് നീ പോയാ മതി. അമ്മയ്ക്ക് എന്താ ഞാൻ പറയുന്നത് മനസ്സിലാകുന്നില്ലേ? എത്ര തവണ പറയണം എനിക്ക് വിശപ്പില്ല, ഭക്ഷണം വേണ്ട വേണ്ടാന്ന്. പിന്നെയും എന്തിനാ എന്നെ ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്? എനിക്ക് പഠിക്കാനുണ്ട്. വെറുതെ എന്നെ ഭക്ഷണം കഴിക്കാൻ നിർബന്ധിക്കേണ്ട. ഞാൻ റൂമിലേക്ക് പോവാ. ഈ കുട്ടി എന്തിനാ ഇത്രയ്ക്ക് ദേഷ്യപ്പെട്ടിട്ട് ഇവിടുന്ന് പോകുന്നത്? അതിനുവേണ്ടി ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. അത്ര വാശി നല്ലതല്ലല്ലോ അവൾക്ക്. രാധനെ വേണ്ട, അവളോട് ഒന്നും ചോദിക്കാൻ നിൽക്കണ്ട. ചിലപ്പോ വിശപ്പില്ലാഞ്ഞിട്ടാവും. വിശക്കുമ്പോ അവൾ വന്നെടുത്ത് കഴിച്ചോളും. പഠിക്കാനൊക്കെ ഒരുപാടുള്ളതല്ലേ, അതുകൊണ്ടാകാം. മോൻ പറഞ്ഞത് കൊണ്ട് മാത്രം ഞാൻ അവളോട് ഇപ്പൊ ഒന്നും ചോദിക്കുന്നില്ല. അർച്ചന, താൻ തിരക്കിലാണോ? എന്താ? എന്ത് വേണം? എടോ, താൻ എന്റെ അടുത്തുള്ള വാശിക്ക് എന്തിനാ ഭക്ഷണം കഴിക്കാതെയൊക്കെ ഇരിക്കുന്നത്? അവർക്കൊക്കെ എന്തുമാത്രം വിഷമായെന്നറിയോ? ഞാൻ ഭക്ഷണം കഴിക്കുന്നതും ഭക്ഷണം കഴിക്കാതിരിക്കുന്നതും ഒക്കെ എൻ്റെ ഇഷ്ടമാണ്. അതൊരിക്കലും പ്രൊഫസറിനെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. പിന്നെ വീട്ടുകാർക്ക് ഫീലിങ്സ് ആയെങ്കിൽ ഇനിയും ഫീലിങ്സ് ആകാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഇതത്ര വലിയ കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. എടോ, താൻ ഞാൻ പറയുന്നത് ഒന്ന് മനസ്സിലാക്ക്. സർ പ്ലീസ്, എനിക്ക് നിർത്തിയ സ്ഥലത്ത് നിന്ന് വീണ്ടും തുടങ്ങാൻ തീരെ താല്പര്യമില്ല. ഞാൻ സാറിനെ ഡിസ്റ്റർബ് ചെയ്യില്ല എന്നുള്ള കാര്യം നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്. അതുകൊണ്ട് വീണ്ടും ഓരോന്ന് എന്നെ ഓർമ്മിപ്പിക്കണമെന്നില്ല. ഞാനായിട്ട് സാറിൻ്റെ ശല്യം ചെയ്യാൻ ഒരിക്കലും വരില്ല. അതുപോലെ തിരിച്ച് സാറും എന്നോട് സഹകരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ എനിക്ക് സാറിനോട് സംസാരിക്കാൻ തീരെ താല്പര്യമില്ല എന്നുള്ള കാര്യം സാറ് മനസ്സിലാക്കണം. ഞാൻ ഇന്നു മുതൽ ഈ റൂമിലല്ല, എൻ്റെ റൂമിലാണ് ഉള്ളത്. ഓക്കേടോ. ഇതിപ്പോ എത്ര ദിവസമാണ് അർച്ചന എന്നെ അവോയ്ഡ് ചെയ്യുന്നത്? ഒന്ന് സംസാരിക്കാനുള്ള അവസരം പോലും അവൻ എനിക്ക് തരുന്നില്ല. ഓ ഗോഡ്, എന്താ എനിക്ക് മാത്രം ഇങ്ങനെ? ഇന്ന് എന്തായാലും അർച്ചനോട് സംസാരിച്ചേ പറ്റൂ. അവള് എന്നോട് സംസാരിക്കാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യും. എന്നാലും എനിക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു തന്നെ ആകണം. അവൾ എവിടെ എന്നാലും ഇതാരോടാ അവളെ സംസാരിക്കുന്നേ? അത് രോഹനല്ലേ? ഇവനുമായിട്ടെന്താ ഇവൾക്ക് ഇത്ര സംസാരിക്കാൻ? അതും കളിച്ചു ചിരിച്ച് സംസാരിക്കാൻ എന്തിനാ? ഓ, അവൾക്ക് എന്നോട് സംസാരിക്കാൻ മാത്രമേ സമയമില്ലാതുള്ളൂ, ദേഷ്യമുള്ളൂ. അവളോടിപ്പോ കുഞ്ചു കുറഞ്ഞ് സംസാരിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. ഇപ്പൊ ശരിയാക്കി കൊടുക്കാം. രോഹൻ, എന്താ സാർ? തന്നോട് ഞാൻ തന്റെ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നല്ലേ? നെക്സ്റ്റ് അവറിന് മുന്നേ എന്റെ ടേബിളിന്റെ മുന്നിൽ തന്റെ പ്രോജക്റ്റ് ഉണ്ടായിരിക്കണം. ഓക്കെ സാർ, ഞാൻ മാക്സിമം എത്തിക്കാൻ നോക്കാം. ഞാൻ പ്രോജക്റ്റിൻ്റെ സംശയങ്ങൾ ചോദിക്കുമായിരുന്നു സാർ. ഇയാളിതെന്താ കുത്തി ഓരോന്ന് ചോദിക്കുന്നത്? ഇയാൾക്ക് എന്താ പ്രശ്നം? അവരവരുടെ പ്രോജക്റ്റ് അവരവർ തന്നെ ചെയ്യണം, അല്ലാതെ മറ്റുള്ളവരുടെ ഹെൽപ്പ് ചോദിച്ചല്ല ചെയ്യേണ്ടത്. ഓക്കെ സാർ, ഞാൻ പ്രോജക്റ്റ് ചെയ്തിട്ട് ടേബിളിലെത്തിക്കാം. അവിടെ നിൽക്ക്. എന്തായിരുന്നു അവനോട് കൊഞ്ചു കുഴഞ്ഞ് ചിരിച്ച് കളിച്ച് സംസാരിക്കാനുണ്ടായിരുന്നത്? ഞാൻ ആരോടൊക്കെ എന്ത് സംസാരിക്കണം, ഏത് സംസാരിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനാ. അതൊന്നും പ്രൊഫസറിനോട് എനിക്ക് പറയേണ്ട യാതൊരുവിധ കാര്യമില്ല. അത് എന്താ എന്നാ ഞാൻ ചോദിച്ചത്. എനിക്കത് അറിയണം എന്തായിരുന്നു എന്ന്. എനിക്ക് പ്രൊഫസറിനോട് പറയാൻ താല്പര്യം ഇല്ലെങ്കിലോ? എൻ്റെ കാര്യങ്ങളിൽ ഇടപെടാൻ നിങ്ങൾ എൻ്റെ ആരാ? എൻ്റെ ആരുമല്ല. സോ വെറുതെ എൻ്റെ കാര്യങ്ങളിൽ ഇടപെടാൻ നിൽക്കരുത്. നീ അത് എന്റെ അടുത്ത് പറഞ്ഞേ പറ്റൂ. മോനറിയാവൻ നിന്നോട് ഇത്ര കളിച്ച് സംസാരിക്കാൻ. ഇതെന്ത് വലിയ കഷ്ട! എന്തിനാ ഇങ്ങനെ വെറുതെ ഡിസ്റ്റർബ് ചെയ്യുന്നത്? ഞാൻ ആരോട് സംസാരിച്ചാലും എന്ത് സംസാരിച്ചാലും നിങ്ങൾക്ക് എന്താ പ്രശ്നം? ദയവ് ചെയ്ത് എന്നെ ശല്യം ചെയ്യരുത്. ഞാൻ ഇതിനു മുന്നേ പറഞ്ഞിട്ടുള്ളതല്ലേ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ യാതൊരുവിധ താല്പര്യമില്ലാന്ന്. പിന്നെ എന്തിനാ ഇങ്ങനെ എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നത്? എക്സ്ക്യൂസ് മീ അന്ന, ഫ്രീ ആണോ ഇപ്പോ?
യെസ് സാർ, ഞങ്ങൾ ഫ്രീ ആണ്. എന്താ സാർ? അത് പിന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ എന്റെയും അർച്ചനയുടെയും കാര്യം. അർച്ചന നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? സോ നിങ്ങളുടെ എല്ലാം ഷെയർ ചെയ്തിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് അയാളോട് ഒന്ന് സംസാരിക്കണം, പക്ഷെ അയാൾ എന്നോട് സംസാരിക്കാനായിട്ട് കൂട്ടാക്കുന്നില്ല. സോ നിങ്ങളൊന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കുവാണെങ്കിൽ അവൾ എന്നോടൊന്ന് സംസാരിക്കുമായിരുന്നു. സോറി സർ, സാറൊന്നും വിചാരിക്കരുത്. ഒരിക്കലും സാറിന് വേണ്ടി ഞങ്ങൾ അവളോട് സംസാരിച്ചതായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കാരണം അവൾക്ക് സാറിനോട് ഒരു ഇഷ്ടം തോന്നി തുടങ്ങിയത്. അത് സാറിനോട് വന്ന് പറഞ്ഞപ്പോൾ സാറ് അവളോട് പ്രതികരിച്ച രീതി ഞങ്ങളത് അറിഞ്ഞിരുന്നു. സാറ് പറഞ്ഞതുപോലെ അവൾ ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് തന്നെയാണ്. ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ഒരിക്കലും വിഷമിച്ച് കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഒരിക്കലും കലങ്ങിയ കണ്ണുമായിട്ട് അവള് ഞങ്ങളുടെ മുന്നിലെത്തിയപ്പോൾ ഞങ്ങൾ ഇതുവരെ അച്ഛൻ ഇങ്ങനെ കണ്ടിട്ടില്ല. ആദ്യമായിട്ട് വിങ്ങിപ്പൊട്ടുന്ന അച്ഛനെ ഞങ്ങൾ കണ്ടു. ഞങ്ങളുടെ ആ ചുണക്കുട്ടിയായിട്ടുള്ള അച്ഛൻ വിങ്ങിപ്പൊട്ടുന്നത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും അത്ഭുതമായിരുന്നു. ഇനിയും അവളെ ആ ഒരു പഴയ സിറ്റുവേഷനിൽ എത്തിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ പറയുന്നതെല്ലാം തന്നെ ശരിയാണ്. ഞാൻ അവളോട് കുറച്ച് റൂഡായിട്ടാണ് ബിഹേവ് ചെയ്തത്. ഞാൻ അങ്ങനെയൊന്നും അപ്പൊ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അവൾ എൻ്റെ ലൈഫിൽ നിന്നും അകലാൻ തുടങ്ങിയപ്പോഴാ എത്രമാത്രം അവൾ എൻ്റെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്ന് ഞാൻ തിരിച്ചറിയാൻ തുടങ്ങിയത്. എനിക്ക് അർച്ചനയോടൊന്ന് സംസാരിച്ചേ പറ്റൂ. ഈ ലോകത്ത് സംസാരിച്ച് തീരാത്ത പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. സർ, ഇതത്രയ്ക്ക് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. അവള് വെറുതെ പറഞ്ഞതൊന്നുമല്ല, കുറച്ച് സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞതാ. അവളുടെ മനസ്സ് അത്രയേറെ വേദനിച്ചിട്ടുണ്ട്. അല്ലാതെ അവൾ ഇങ്ങനൊരു ഡിസിഷൻ എടുക്കില്ല. പിന്നെ സാറിന് വേണ്ടി ഞങ്ങളൊന്ന് പറഞ്ഞു നോക്കാം, അതേ പറയാൻ പറ്റുള്ളൂ. പ്ലീസ്, എനിക്ക് എങ്ങനെയെങ്കിലും അച്ഛനോടൊന്ന് സംസാരിക്കാനുള്ള ഒരു അവസരം ഒരുക്കിത്താ പ്ലീസ്. ഇതിന്റെ റിക്വസ്റ്റ് ആയിട്ട് കണക്കാക്കിയാൽ മതി. പിന്നെ വേറൊന്നും വിചാരിക്കണമെങ്കിൽ മറ്റൊരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ഈ അർച്ചനയും രോഹിത്തും എന്താ എപ്പോഴും ഇങ്ങനെ മാറി നിന്ന് സംസാരിക്കുന്നത്? അവരെന്താ മാറി നിന്ന് സംസാരിക്കുന്നതെന്നൊന്നും ഞങ്ങൾക്കറിയില്ല സർ. പിന്നെ ഒരു കാര്യം അറിയാം, രോഹിത്തിന് അർച്ചനെ ഇഷ്ടമായിരുന്നു. ഇന്നും ഇന്നലെയും തുടങ്ങിയ ഇഷ്ടമൊന്നുമല്ല. സെക്കൻഡ് ഇയർ മുതലേ അവൻ അവളുടെ പിന്നാലെയാ. പക്ഷേ അവൾക്കതറിയില്ല. അവളെ പ്രപ്പോസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത് കാണാം. ഞങ്ങളൊക്കെ ആ സമയത്ത് അവനെ ആവശ്യത്തിലധികം കളിയാക്കി വിട്ടിട്ടുണ്ട്. പക്ഷെ അവൻ അതൊന്നും കാര്യാക്കിയിട്ടില്ല. സ്റ്റിൽ ഇപ്പോഴും അവൻ അവളോട് ഇഷ്ടമാണ്. അതവൻ പറയുമെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മേ ബി അവൻ ഈ അടുത്ത കാലത്ത് തന്നെ പറയാൻ ചാൻസ് ഉണ്ടെന്നാണ് തോന്നുന്നത്. ചിലപ്പോ അർച്ചനയുടെ മനസ്സിലും ഇനി അവനുണ്ടോ എന്നുള്ളതിനെ പറ്റി ഞങ്ങൾക്കറിയില്ല. ഇതുവരെ ഒന്നും അവൾ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. ഓ, അതിനിടയില് ഇങ്ങനെയൊക്കെ ചിലത് ഉണ്ടായിരുന്നല്ലേ? ശരി, ഓക്കെ. നിങ്ങൾ എന്തായാലും അർച്ചനയോട് ഒന്ന് എനിക്ക് സംസാരിക്കാനുള്ള അവസരം ഒന്ന് ഒരുക്കിത്താ പ്ലീസ്. ആ സർ, ഞങ്ങള് നോക്കാം. കാറ്റ്, നീ എന്തിനാ പ്രൊഫസറിനോട് അങ്ങനെയൊക്കെ പറയാൻ പോയത്? നീ ഇപ്പോ എരുതിയില് എണ്ണ ഒഴിച്ചു കൊടുക്കുമായിരുന്നോ ചെയ്തത്? എടി, ഇത്രയെങ്കിലും നമ്മൾ അച്ഛന് വേണ്ടി ചെയ്തു കൊടുക്കണ്ടേ? അല്ലെങ്കിൽ പിന്നെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ് നടന്നിട്ട് എന്താ കാര്യം? അവളെ കുറച്ച് വിഷമിപ്പിച്ചല്ലേ. ഇനി ആ പ്രൊഫസറും കുറച്ച് വിഷമിക്കട്ടെ. അതുകൊണ്ട് മനഃപൂർവ്വം പറഞ്ഞത് തന്നെയാ. ഇപ്പൊ അങ്ങനെ ജലസിന്റെ കൊടുമുടി നിൽക്കുക. ഇതൊന്നുമല്ല ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം. അച്ഛനാണെങ്കിൽ കടിച്ചു കയറാൻ നിൽക്കും ഈ പ്രൊഫസറിന്റെ കാര്യം പറഞ്ഞ് നമ്മൾ അവളുടെ അടുത്തേക്ക് പോയാ. എങ്ങനെ നമ്മൾ ഇത് അവളോട് അവതരിപ്പിക്കുമെന്ന് ഓർത്തിട്ടാ എനിക്ക് ടെൻഷൻ. ആ കാര്യം ഓർത്തിട്ട് എനിക്ക് നല്ല ടെൻഷനുണ്ട്. പിന്നെ ഇത് ചെയ്തേ പറ്റൂ. അങ്ങനെ പരസ്പരം ഓപ്പണായിട്ട് അവർ രണ്ടുപേരും തുറന്ന് സംസാരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ മാറിയേക്കാം. അവൾക്ക് നല്ലൊരു ലൈഫ് തിരിച്ചു കിട്ടിയേക്കാം. നമുക്ക് ഒന്ന് ശ്രമിച്ചു വിടാടാ. നീ പറഞ്ഞത് ശരിയാ. ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമാവുമെങ്കിൽ നമുക്ക് അവളോട് സംസാരിക്കാം. ഹാ, പറഞ്ഞു തീർന്നതേ ഉള്ളൂ. തേടിയ വള്ളി കാലി ചുറ്റിയ പോലെ ആടിപ്പാടി വരുന്നുണ്ട്. എന്താ രണ്ടിന്റെ മുഖത്തൊരു കള്ള ലക്ഷണം എന്നെ കണ്ടപ്പോ? അല്ല, ഞാൻ വന്നപ്പോ നിങ്ങൾ എന്താ സംസാരിച്ചോണ്ടിരുന്നേ? എന്നെ കണ്ടതും ഉടനെ സ്റ്റോപ്പ് ആക്കിയല്ലോ.
ഏയ് അതൊന്നുമില്ല, ഞങ്ങള് വെറുതെ വേറെ കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു. നീ എന്താ അങ്ങനെ പറഞ്ഞു? വേറെ കാര്യങ്ങളോ? എന്ത് വേറെ കാര്യം? അത് പിന്നെ ഞങ്ങൾക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നീ അത് കേൾക്കുമ്പോൾ ദേഷ്യപ്പെടരുത്. കേറ്റ് വേണ്ട. നീ എന്താ പറയാൻ പോകുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ കണ്ടിരുന്നു പ്രൊഫസർ നിങ്ങളെ വിളിച്ച് സംസാരിക്കുന്നത്. വെറുതെ പ്രൊഫസറിൻ്റെ വക്കാലത്തും പിടിച്ച് എൻ്റെ അടുത്ത് സംസാരിക്കാനായിട്ട് നിങ്ങൾ രണ്ടുപേരും വരണ്ട. എടി അത് പിന്നെ സാറ് വന്ന് ഞങ്ങളോട് റിക്വസ്റ്റ് ചെയ്ത് പറഞ്ഞപ്പോൾ ഞങ്ങൾ നിന്നോടൊന്ന് സംസാരിക്കാമെന്ന് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ. നിനക്ക് ഈ വിഷയം സംസാരിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഞങ്ങളിത് പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം നീ മനസ്സിലാക്കുക, ഏതൊരു മനുഷ്യനും തെറ്റ് സംഭവിക്കാം. അത് മനസ്സിലാക്കി അയാളെ തിരുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അയാളെ തള്ളിക്കളയല്ല ചെയ്യേണ്ടത്. അതെ, അന്ന പറഞ്ഞത് തന്നെ എനിക്കും നിന്നോട് പറയാനുള്ളത്. തെറ്റ് സംഭവിക്കാത്ത ആരുമില്ല. അത് തിരിച്ചറിയുന്ന നിമിഷം നമ്മൾ അയാളെ പിന്നെയും തെറ്റിലേക്ക് നയിക്കുകയല്ല ചെയ്യേണ്ടത്, അയാളെ മനസ്സിലാക്കാൻ ശ്രമിക്കുക വേണ്ടത്. എന്തായാലും ഇനിയെല്ലാം നിന്റെ ഇഷ്ടം പോലെ. നമുക്കെന്തായാലും ക്ലാസ്സിലേക്ക് പോവാം. അർച്ചന, വാതിലോർക്ക്. എന്താ? എന്ത് വേണം? എന്തിനു നിങ്ങളിപ്പോൾ എൻ്റെ റൂമിലേക്ക് വന്നത്? എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. എനിക്ക് നിങ്ങളോട് ഒന്നും സംസാരിക്കാനില്ല. ഇതിനുള്ള മറുപടി ഞാൻ മുമ്പ് തന്നെ തന്നു കഴിഞ്ഞതാണ്. നീ എന്തൊക്കെ തന്നെ ഇനി പറഞ്ഞാലും എനിക്ക് നിന്നോട് സംസാരിച്ചേ പറ്റൂ. സംസാരിച്ച കഴിയാതെ ഞാൻ ഈ റൂം വിട്ട് പോകത്തില്ല. ഷേ, ഇതെന്തൊരു വലിയ കഷ്ടാ. ശരി, നിങ്ങൾക്ക് എന്താന്ന് വെച്ചാൽ പറഞ്ഞ് തുറച്ചിട്ട് പോ. അർച്ചന, ഐ നോ ദാറ്റ് ഞാൻ തന്നെ ഒരുപാട് ഹേർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും മനഃപൂർവ്വമായിരുന്നില്ല. എന്തോ എന്റെ ഉള്ളിൽ തന്നെ കുറച്ച് ദേഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ദേഷ്യത്തിനിടയില് താൻ എന്ന വ്യക്തി എങ്ങനെയായിരിക്കുന്നു പോലും ഞാൻ കാണാൻ ശ്രമിച്ചില്ല എന്നുള്ളതാണ് സത്യം. ഓ, ഇപ്പോഴാണ് തിരിച്ചറിവുണ്ടായത് അല്ലേ? ഞാൻ തന്നോട് അന്ന് അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. ഐ എം റിയലി സോറി. അന്നൊക്കെ എന്റെ ഉള്ളില് വെറും ദേഷ്യം മാത്രമായിരുന്നു. നീ അടുത്തെന്തോ എന്നെ പറ്റിക്കാൻ വേണ്ടിയുള്ള അടവ് ചെയ്യുന്ന പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തത്. അതാ ഞാൻ അന്നങ്ങനെ റൂഡായിട്ട് പെരുമാറിയത്. പക്ഷെ താൻ പൊട്ടിക്കരഞ്ഞ് എന്റെ അടുത്ത് നിന്ന് പോയപ്പോഴാ സീരിയസ് ആയിരുന്നു എന്ന് എനിക്ക് മനസ്സിലായത്. പിന്നീടുള്ള തന്റെ അവഗണന അതെന്നെ വല്ലാണ്ട് തളർത്തി. എന്നെ കൊണ്ട് സർവൈവ് ചെയ്യാൻ പറ്റാത്ത പോലെ തോന്നി. ഐ എം റിയലി സോറി. താൻ എല്ലാവരോടും അടുപ്പത്തോടെ കളിക്കുകയും ചിരിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നെ മാത്രം താൻ അവോയ്ഡ് ചെയ്യുക ചെയ്യുന്നത്. അങ്ങനെ ചെയ്തപ്പോഴാ ഞാൻ ശരിക്കും തന്നെ ഞാൻ ശരിക്കും മനസ്സിലാക്കിയത്. എന്നെ കൊണ്ട് പറ്റില്ല താനില്ലാതെ. എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നുന്നുണ്ട് അർച്ചന. അപ്പോഴാണ് ഞാൻ ശരിക്കും തിരിച്ചറിഞ്ഞത് തനിക്ക് എന്നോട് എന്ത് ഫീലിങ്സ് ആണ് ഉണ്ടായിരുന്നതെന്ന്. അത് മനസ്സിലാക്കാതെ പോയതിൽ ഞാനിപ്പോ ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. എന്നെ കൊണ്ട് പറ്റില്ല താനില്ലാതെ. താൻ ആരോടും എന്നെക്കാൾ ഉപരി സംസാരിക്കുന്നതോ അടുപ്പം കാണിക്കുന്നതോ ഒന്നും എനിക്ക് ഇഷ്ടമല്ല. വൈകി വന്ന തിരിച്ചറിവിന് നന്ദി. പിന്നെ ഇതൊന്നും പറയാനുള്ള ഒരു യോഗ്യതയും നിങ്ങൾക്കില്ല. നിങ്ങൾ എത്രമാത്രം എൻ്റെ മനസ്സിനെ വേദനിപ്പിച്ച് വിട്ടുവെന്ന് ഞാൻ പറയാതെ തന്നെ ഇപ്പം 100 ഇരട്ടി നിങ്ങൾ അനുഭവിക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? സ്നേഹിക്കപ്പെടുന്ന ഒരു മനുഷ്യൻ്റെ മനസ്സിനെ കുത്തി വേദനിപ്പിക്കുമ്പോൾ ഉണ്ടാവുന്നൊരു സങ്കടം ഉണ്ടല്ലോ, എന്തൊക്കെ അതിൻ്റെ മുന്നിൽ പകരം വച്ചാലും അതൊരിക്കലും ശരിയാക്കാൻ പോകുന്നില്ല. ഒരിക്കൽ ഞാൻ ഒരുപാട് വേദനിച്ചു. ഇനി എന്നെ കൊണ്ട് പറ്റില്ല. സോ നമുക്ക് ഈ ടോപ്പിക് ഇവിടെ വെച്ച് നിർത്താം. അർച്ചന, ഞാൻ പറയുന്നത് താനൊന്ന് മനസ്സിലാക്കണോ? സോ പ്ലീസ്, എനിക്കൊന്നും കേൾക്കണ്ട. തന്നോട് ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല. പറയേണ്ട ഭാഷയിൽ പറഞ്ഞാൽ മാത്രമേ താൻ മനസ്സിലാക്കൂ. നിങ്ങളിത് എങ്ങോട്ട് വരുമോ? എന്തേ കാണിക്കുന്നത്? എന്നെ വിട്. ഞാനൊന്നും കാണിച്ചില്ലല്ലോ, കാണിക്കാൻ പോകുന്നതല്ലേ ഉള്ളൂ. നീ എന്റേത് മാത്രം. ഈ സംഗീത് മഹേശ്വരന്റെ മാത്രം. എടാ,